എന്തുകൊണ്ടാണ് കാറിന് ഇങ്ങനെ ഒരു പണി കിട്ടാൻ കാരണം എന്നതുകൂടി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ യാത്ര. ഇന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് യാത്രക്കിടെ AC പോയ കാര്യം. നമ്മളിൽ മിക്കവരും കാർ ഉപയോഗിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. പക്ഷെ പെട്ടെന്ന് തന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചേക്കാം എന്നുള്ള ചിന്താഗതിയാണ് എന്നെ വലിയൊരു പണിയിൽ നിന്ന് രക്ഷിച്ചത്. കാറിന്റെ AC-യുടെ കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ നേരെ പോയത് AC-യുടെ വർക്ക്ഷോപ്പിലേക്കാണ്. കംപ്ലൈന്റ് AC-യുടേതല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് 1 മിനിറ്റ് പോലും എടുത്തില്ല. കംപ്ലൈന്റ് AC-യുടേതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് AC പോകുന്നത് എന്നല്ലേ. വണ്ടിയുടെ എഞ്ചിന്റെ ഹീറ്റ് ആയിരുന്നു അതിന് കാരണം. പിന്നീട് നമ്മൾ ഹീറ്റിന്റെ കാരണം കണ്ടെത്താൻ നേരെ പോയത് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലേക്കാണ്. വണ്ടിയുടെ AC പോകാനുള്ള കാരണം വ്യക്തമായി. പരിധിയിൽ കൂടുതൽ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ AC ഓട്ടോമാറ്റിക് കട്ടാവുന്നതാണത്രേ. അങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തി. നിലമ്പൂരിലെ ഈ വർക്ക്ഷോപ്പും ഇവിടുത്തെ ആൾക്കാരെയും അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് കാര്യം പിടികിട്ടി. കാരണം മറ്റൊന്നുമല്ല, റേഡിയേറ്ററിൽ കൂളന്റിന്റെ അളവ് വളരെ കുറവായിരുന്നു. ഇതിന്റെ കാരണം റേഡിയേറ്ററിൽ നിന്ന് എഞ്ചിനിലേക്ക് പോകുന്ന ഈ പൈപ്പ് ലീക്ക് ആയതുകൊണ്ടായിരുന്നു. അധികം വൈകാതെ വർക്ക്ഷോപ്പിൽ എത്തിയത് കൊണ്ടായിരിക്കും വലിയ പണിയിൽ നിന്നും ബ്രേക്ക് ഡൌണിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. AC വർക്ക് ആവുന്നില്ല എന്ന കാരണമാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുമ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കാർ ഉപയോഗിക്കുന്ന സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട.